വേൾഡ് എക്കോണമിക് ഫോറം പുറത്തുവിട്ട ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? 2027 ആകുമ്പോഴേക്കും നമ്മൾ ജോലിയിൽ ഉപയോഗിക്കുന്ന പ്രധാന സ്കിൽസിൽ 44% പൂർണ്ണമായിട്ടും ഔട്ട്ഡേറ്റഡ് ആവും എന്നാണ് അവർ പ്രവചിച്ചിട്ടുള്ളത്. നൗ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇന്ന് വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള പല സ്കിൽസിലും പകുതിയും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഉപയോഗശൂന്യമായേക്കാം. ഇത് ഭാവിയിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്ന കാര്യമല്ലേ എന്ന് കരുതാൻ വരട്ടെ. ഇറ്റ്സ് ഹാപ്പനിങ് നൗ and it's all speeding up because of artificial intelligence which is changing everything. നമ്മളിപ്പോൾ ഒരു ടേണിംഗ് പോയിന്റിലാണ്. മാറ്റത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്നവർക്കാണ് മുന്നോട്ട് പോകാൻ കഴിയുക. പക്ഷേ ജസ്റ്റ് സർവൈവ് ചെയ്താൽ മാത്രം മതിയോ? ടെക്നോളജി ഇത്രത്തോളം ഡെവലപ്ഡായ, ദിവസവും AI പുതിയ ഭാവങ്ങൾ കാണുന്ന ഈ പുതിയ ലോകത്ത് നിങ്ങൾക്ക് കൺട്രോൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞാലോ? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2026 ജസ്റ്റ് സർവൈവ് ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, ഒരു ഫേമിന്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില സ്കിൽസാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സ്കിൽ നമ്പർ 1, AI ലിറ്ററസി ആൻഡ് ഡിജിറ്റൽ ഫ്ലുവൻസി. ഈ മാറ്റത്തിനെല്ലാം ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്കില്ലാണ് AI ലിറ്ററസി. AI ഈസ് നോട്ട് ഗോയിങ് ടു ടേക്ക് യുവർ ജോബ്. എന്നാൽ AI എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്ന ഒരാൾ തീർച്ചയായിട്ടും അത് ചെയ്യും. ഒരാശാരിക്ക് തൻ്റെ ഉളി എത്രത്തോളം പ്രധാനമാണോ അതുപോലെ തന്നെയാണ് 2026 എല്ലാ മേഖലകളിലും AI പ്രാധാന്യം. എന്നാൽ AI ലിറ്ററസി, അതായത് AI സാക്ഷരത കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ChatGPT Gemini ഒക്കെ യൂസ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ AI ലിറ്ററസി. ഇറ്റ് മീൻസ് യു ക്യാൻ യൂസ്, ജഡ്ജ് ആൻഡ് ക്രിയേറ്റ് തിങ്സ് വിത്ത് ഡിജിറ്റൽ ടൂൾസ് ഈസിലി. നിങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യമായ റിസൾട്ട് ലഭിക്കുന്നതിന് AIക്ക് നല്ല നിർദ്ദേശങ്ങൾ അഥവാ പ്രോംപ്റ്റ്സ് എഴുതാൻ കഴിയുന്ന പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കപ്പെടുന്ന സ്കില്ല്, AI നിങ്ങൾക്ക് നൽകുന്ന വിവരങ്ങൾ നോക്കാനും അതിൻ്റെ മിസ്റ്റേക്സ് മനസ്സിലാക്കാനും അതിൻ്റെ ലിമിറ്റേഷൻസ് അറിയാനും കഴിയുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള രീതിയിൽ AI ഉപയോഗിക്കാൻ കഴിയുക എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഈ സ്കിൽസുള്ള ആളുകളെയാണ് മിക്ക കമ്പനികളും ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. മെക്കൻസി റിപ്പോർട്ട് പ്രകാരം ജോബ് റിക്വയർമെൻറ്റ്സിൽ ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് എഫക്റ്റീവായിട്ട് AI യൂസ് ചെയ്യാനുള്ള കഴിവ്. ഏകദേശം 7 മടങ്ങ് വർദ്ധിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇതിലെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, AI സ്കിൽസ് ആവശ്യമുള്ള ജോലികൾക്ക് 25% വരെ കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്ന് PwC റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. ഇതിൽ വൈദഗ്ധ്യം നേടാനായിട്ട് നിങ്ങളൊരു കോഡർ ആവേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റാർട്ട് വിത്ത് ഓൺലൈൻ കോഴ്സസ് ഇൻ ജനറേറ്റീവ് AI. ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഉപയോഗിക്കുന്ന പ്രൊജക്റ്റുകളിൽ ഇന്റേൺഷിപ്സ് ചെയ്യുക. AI ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. ലൈക്ക് യൂസിങ് എ ടൂൾ. സ്കിൽ നമ്പർ 2, ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് കോംപ്ലെക്സ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. മോസ്റ്റ് ഓഫ് ദി ജോബ്സ് AI ഏറ്റെടുക്കുമ്പോൾ മനുഷ്യർക്ക് മാത്രമുള്ള ചില കഴിവുകളില്ലേ, മെഷീൻസിനൊന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയാത്ത ചില കഴിവുകൾ, അവയൊക്കെ കൂടുതൽ വിലപ്പെട്ടതായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് അവർ മോസ്റ്റ് നീഡഡ് സെക്കൻഡ് സ്കിൽ, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. എപ്പോഴും കമാൻഡ്സ് ഫോളോ ചെയ്യുന്ന ആളുകളെ ഇപ്പോൾ മേലധികാരികൾ ആഗ്രഹിക്കുന്നില്ല. കുഴപ്പം പിടിച്ചതും ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യാനും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാനും വ്യക്തമായ സൊല്യൂഷൻസ് ഇല്ലാത്തപ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന ആളുകളെയാണ് അവർക്ക് ആവശ്യം. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്, പ്രൂഫ്സ് ആൻഡ് നമ്മളുടെ ബിലീഫ്സ് എല്ലാം ക്വസ്റ്റ്യൻ ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔട്ട്കം കണ്ടെത്തുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ എല്ലാ ഡയമെൻഷനിൽ നിന്നും നോക്കിക്കാണാനായിട്ട് കഴിയുന്നതും ഒരു തീരുമാനം എടുത്തതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെ ആയിരിക്കുമെന്ന് ഒരു ഏകദേശ ധാരണ ഉണ്ടാകുന്നതും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലിൻ്റെ ഭാഗമാണ്. ഒരുപാട് വിവരങ്ങളും അത്ര തന്നെ വ്യാജ വിവരങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് വളരെ വ്യക്തമായിട്ട് സ്വയം ചിന്തിക്കാനുള്ള നിങ്ങളുടെ കഴിവാണ് നിങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഫിൽട്ടർ. വിമർശനാത്മകമായ ക്രിട്ടിക്കലി തിങ്കിങ് ചെയ്യുന്ന ആളുകൾക്കാണ് ശരിക്കും ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് കഴിയുക. എന്നതുകൊണ്ട് തന്നെ റിക്രൂട്ടേഴ്സ് ഓൾവേസ് ലുക്ക് ഫോർ പീപ്പിൾ വിത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് മാസ്റ്റർ ചെയ്യാൻ സാധിക്കുക? അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ക്യൂരിയോസിറ്റിയാണ്. ലഭിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ തുടങ്ങുക. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസിൽ നിന്ന് ഒരു പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട് സ്വയം നിർബന്ധിക്കുക. നിങ്ങളൊരു പ്രൊജക്റ്റിൽ പ്രവർത്തിക്കുമ്പോൾ ജോലികൾ മാത്രം ചെയ്യരുത്, പകരം അതിനപ്പുറത്തേക്കുള്ള ഒരു ബിഗ്ഗർ പിക്ചർ കാണാനായിട്ട് ശ്രമിക്കാം. ആസ്ക് യുവർ സെൽഫ്, ഹൗ ക്യാൻ ഐ ഡു ഇറ്റ് ബെറ്റർ? ഞാൻ കാണാത്ത എന്തെങ്കിലും ഇതിലുണ്ടോ? സ്വയം ചോദിക്കുക, നമുക്കിതെങ്ങനെ നന്നായിട്ട് ചെയ്യാൻ കഴിയും? ഞാൻ കാണാത്ത എന്തെങ്കിലും റിസ്ക് ഇതിലുണ്ടോ? In your next interview, don't talk only about your achievements, talk about what you have done. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്രത്തോളം ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് യൂസ് ചെയ്തു എന്ന് പറയുക. അതാണ് നിങ്ങളെ വേറിട്ട് നിർത്തുന്നത്. സ്കിൽ നമ്പർ 3,
അഡാപ്റ്റബിലിറ്റി ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. ഇന്ന് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന 44% വരുന്ന സ്കിൽസ് ഭാവിയിൽ എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയ ഈ സിറ്റുവേഷനിൽ നമ്മുടെ കരിയർ സക്സസ്ഫുൾ ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. ഒരിക്കലും ഒരു സ്കിൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് പഠിക്കുക, ലൈഫ് ലോങ് അതുകൊണ്ട് മാത്രം പിന്നീട് സർവൈവ് ചെയ്യുക എന്നതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. 2026 എത്തി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് വെപ്പൺ അല്ലെങ്കിൽ ടൂൾ എന്നൊക്കെ പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. പരിശ്രമത്തിലൂടെ എനിക്ക് എല്ലായ്പ്പോഴും പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും കഴിയും എന്നുള്ള വിശ്വാസം. കാര്യങ്ങൾ പെട്ടെന്ന് മാറുമ്പോൾ ശാന്തത പാലിക്കുകയും നല്ല ജോലി ചെയ്യുകയും ചെയ്യുക എന്നതാണ് പൊരുത്തപ്പെടൽ അഥവാ അഡാപ്റ്റ് ആവുക. എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും മുന്നോട്ട് പോകാനായിട്ട് മതിയായ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ് ഇതിനർത്ഥം. ഒരു ജോലിയിൽ നിന്ന് പുതിയതും അടിയന്തരവുമായിട്ടുള്ള ഒന്നിലേക്ക് മാറാനും പിന്നീട് എളുപ്പത്തിൽ തിരികെ മാറാനും നിങ്ങൾക്ക് കഴിയും എന്നാണ് ഇതിനർത്ഥം. ഇതൊരു ചെറിയ കഴിവല്ല, വളരെ വേഗത്തിൽ മാറുന്ന ഈ ലോകത്ത് അതിജീവനത്തിനുള്ള ഒരു താക്കോലാണിത്. ആൻഡ് ടു മാസ്റ്റർ ഇൻ ഇറ്റ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലൈഫ് ലോങ് ലേണർ ആവാനായിട്ട് വേണ്ടി തയ്യാറാവുക എന്നതാണ്. മേക്ക് ലേണിംഗ് യുവർ ഡെയിലി ഹാബിറ്റ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വായിക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക, ആ ഫീൽഡിൽ എക്സൽ ചെയ്യുന്ന ആളുകളെ ഫോളോ ചെയ്യുക. നിങ്ങൾ അപ്ഡേറ്റഡ് ആണെന്ന് റിക്രൂട്ടേഴ്സിനെ അറിയിക്കാനുള്ള ബെസ്റ്റ് വേ ആണ് പുതിയ സർട്ടിഫിക്കറ്റ്സ് നേടുക എന്നതും. റിമെമ്പർ വൺ തിങ്, പുതിയതും മികച്ചതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇടം നൽകുന്നതിന് പഴയതും നമ്മളെ നമ്മുടെ കംഫർട്ട് സോണിൽ മാത്രം ഒതുക്കി നിർത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും വേണം. സ്കിൽ നമ്പർ 4, ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനും അവിടെ സക്സീഡ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ പ്രൊമോഷൻ്റെയോ കരിയർ ഗ്രോത്തിൻ്റെയോ കാര്യത്തിൽ നിങ്ങളെ അതിനേക്കാൾ ഹെൽപ്പ് ചെയ്യുന്നത് പീപ്പിൾ സ്കിൽസ് ആണ്. പീപ്പിൾ സ്കിൽസ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓൾമോസ്റ്റ് 80% വരുന്ന വർക്ക് പ്ലേസ് ഇഷ്യൂസിന് കാരണം മോശം ടീം വർക്ക് മൂലമോ മോശം കമ്മ്യൂണിക്കേഷൻ മൂലമോ ആണ്. ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള ഇന്നത്തെ കാലത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഒരു സൂപ്പർ പവറാണ്. സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാനും അവ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വളരെ എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്ത ഒരു പ്രൊജക്റ്റ് പരാജയപ്പെടുമ്പോൾ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതിന് പകരം നന്നായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സ്കില്ലാണ്. വിശ്വാസം വളർത്തിയെടുക്കാനും വാദങ്ങൾ കൈകാര്യം ചെയ്യാനും ഒരു ടീമിനെ ഒരുമിച്ച് നന്നായിട്ട് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാനും ഇമോഷണൽ ഇൻ്റലിജൻസ് അത്യാവശ്യമാണ്. ഈ സ്കില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് സജീവമായിട്ടുള്ള ശ്രവണമാണ് അഥവാ ആക്റ്റീവ് ലിസണിങ്. അങ്ങനെ പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഊഴത്തിനായിട്ട് കാത്തിരിക്കുകയല്ല, നിശബ്ദത പാലിക്കുകയും മറ്റൊരാൾ പറയാൻ ശ്രമിക്കുന്നത് ജഡ്ജ് ചെയ്യാതെ ശരിക്കും കേൾക്കുകയും ചെയ്യുക എന്നതാണ്. ഡെയിലി കോൺവെർസേഷനിലെല്ലാം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സത്യസന്ധമായ ഫീഡ്ബാക്ക് നൽകാനായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളോട് ആവശ്യപ്പെടുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ, നിങ്ങൾ കാര്യത്തിലേക്ക് കടക്കുന്നുണ്ടോ എന്നൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓർക്കുക, നിങ്ങളുടെ ഇമെയിൽസ്, റിപ്പോർട്ട്സ്, മെസ്സേജസ് എന്നിവ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഇമേജിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഒരു AI-ക്ക് ഒരു റിപ്പോർട്ട് എഴുതാൻ കഴിയും, പക്ഷേ ബുദ്ധിമുട്ടുന്ന ഒരു കൊളീഗിൻ്റെ വിഷമം മനസ്സിലാക്കാനോ ഒരു ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും അതിന് സാധിക്കില്ല. ദാറ്റ്സ് എ ഹ്യൂമൻ അഡ്വാൻറ്റേജ്. സ്കിൽ നമ്പർ 5, ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന സ്കില്ല് നിങ്ങളുടെ ജോബ് ടൈറ്റിലുമായിട്ട് ബന്ധപ്പെടുന്നതൊന്നുമല്ല. ഇറ്റ്സ് ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഇന്നത്തെ കാലത്ത് ജോലി സ്ഥലത്ത് ലീഡർഷിപ്പ് എന്നത് കമാൻഡിങ് മാത്രമാണ് എന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. വർക്ക് പ്ലേസിൽ നിങ്ങളുടെ സ്ഥാനം എന്തു തന്നെ ആയാലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കാനും സ്വാധീനിക്കാനും നയിക്കാനുമുള്ള കഴിവിനെയാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നിർദ്ദേശങ്ങൾക്കായിട്ട് കാത്തിരിക്കാതെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പഠിക്കാൻ സഹായിച്ചുകൊണ്ടും നല്ല ഐഡിയാസ് കിട്ടാനായിട്ട് സംസാരിച്ചുകൊണ്ടും നമുക്ക് ഈ സ്കില്ല് വളർത്തിയെടുക്കാം. നിങ്ങൾ മറ്റൊരാളെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സ്കില്ല് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നോളജ് സ്ട്രോങ് ആക്കുക മാത്രമല്ല മുഴുവൻ ടീമിനെയും എംപവർ ചെയ്യുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് ആൻ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് ഫോർ ഗെറ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. സോ ഫ്രണ്ട്സ്, ലീഡർഷിപ്പ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, അഡാപ്റ്റബിലിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, AI ലിറ്ററസി എന്നിവയൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ദ മോസ്റ്റ് വാണ്ടഡ് സ്കിൽസ്. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നെനിക്കറിയാം. ബട്ട് ലുക്ക് അറ്റ് ഇറ്റ് ദിസ് വേ, ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി.
പണ്ടത്തെ റൂൾസ് എല്ലാം മാറി. സോ ഇപ്പോൾ നമുക്ക് പുതിയൊരു കൾച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയ അവസരമാണ്. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കണമെന്നല്ല, നിങ്ങൾക്ക് കഴിയും എന്ന് തോന്നുന്ന നിങ്ങളുടെ കരിയറിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒന്ന് ചൂസ് ചെയ്തിട്ട് അത് ആദ്യം മാസ്റ്റർ ചെയ്യുക. ആൻഡ് ദെൻ അടുത്തത് ടേക്ക് എ കോഴ്സ്, ഫൈൻഡ് എ മെൻറ്റർ ആൻഡ് പ്രാക്ടീസ് ദം എവറി സിംഗിൾ ഡേ. The winners in 2026 and beyond won't be the people fighting the future. They will be the one who welcome it, who mix tech skills with unique human abilities and who never stop learning. So that's all today. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. Have a great day.